സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ RCCന്റെ MCQ സെക്ഷൻ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ളതല്ല, നമ്മളൊരു ടൈം ടേബിൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള MCQ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യൻ പറയും, ഓപ്ഷൻ പറയും, എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യുക. അതിനുശേഷം മാത്രം ഞാൻ പറയുന്ന ആൻസർ കേൾക്കുക. അപ്പോഴാണല്ലേ നിങ്ങൾക്ക് സ്വയം ഒന്ന് വിലയിരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? ഇൻ ആൻ ഓവർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ ദ ന്യൂട്രൽ ആക്സിസ് ലൈസ് ഓപ്ഷൻ എ എബോവ് ദ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ്, ഓപ്ഷൻ ബി along the critical neutral axis, option C below the critical neutral axis, option D none of the above. അല്ലേ, ഏതാണ് ആൻസർ വരിക? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ സി ആണ് അല്ലേ, ബിലോ ദ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ് ആണ് അല്ലേ. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. ഇൻ ആൻ ഓവർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ ദ ന്യൂട്രൽ ആക്സിസ് ലൈസ് ബിലോ ദ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. പെർമിസിബിൾ സ്ട്രെസ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻ എ വർക്കിംഗ് സ്ട്രെസ്, ഓപ്ഷൻ ബി അൾട്ടിമേറ്റ് സ്ട്രെസ്, ഓപ്ഷൻ സി yield സ്ട്രെസ്, ഓപ്ഷൻ ഡി ബ്രേക്കിംഗ് സ്ട്രെസ്. അല്ലേ, ഏതാണ് ആൻസർ വരുന്നത്? പെർമിസിബിൾ സ്ട്രെസ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻ എ വർക്കിംഗ് സ്ട്രെസ് ആണ് അല്ലേ ആൻസർ വരിക. പെർമിസിബിൾ സ്ട്രെസ് ഈസ് ഓൾസോ നോൺ ആസ് വർക്കിംഗ് സ്ട്രെസ് ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. എന്താണ്? ദ സ്ട്രെസ് വിച്ച് കൺസിഡേർഡ് ആസ് ദ അലോവബിൾ സ്ട്രെസ് ഫോർ ഡിസൈൻ പേർപ്പസ്, ഓപ്ഷൻ എ വർക്കിംഗ് സ്ട്രെസ്, ഓപ്ഷൻ ബി അൾട്ടിമേറ്റ് സ്ട്രെസ്, ഓപ്ഷൻ സി പ്രൂഫ് സ്ട്രെസ്, ഓപ്ഷൻ ഡി ഷിയർ സ്ട്രെസ്. അല്ലേ, ഏതാണ്? വിച്ച് സ്ട്രെസ് അല്ലെങ്കിൽ ദ സ്ട്രെസ് വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് ദ അലോവബിൾ സ്ട്രെസ് ഫോർ ഡിസൈൻ പേർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്കിംഗ് സ്ട്രെസ് ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. ദ മോഡുലാർ റേഷ്യോ M ഫോർ M20 ഗ്രേഡ് കോൺക്രീറ്റ്, ഓപ്ഷൻ എ 13, ഓപ്ഷൻ ബി 18, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 12. അല്ലേ, ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഏതാണ്? ഇവിടെ തന്നിട്ടുള്ളതിൽ മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. 13 ആണ് ആൻസർ വരുന്നത്. ദ മോഡുലസ് റേഷ്യോ ഓഫ് M ഫോർ M20 ഗ്രേഡ് അല്ലേ, M20 ഗ്രേഡ് കോൺക്രീറ്റിൻ്റെത് 13 ആണ് വരിക. നോട്ട് ചെയ്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ദ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ് ഈസ് ഓപ്ഷൻ എ ഫാക്ടർ ഓഫ് സേഫ്റ്റി, ഓപ്ഷൻ ബി ഇലാസ്റ്റിക് ലിമിറ്റ്, ഓപ്ഷൻ സി yield പോയിന്റ്, ഓപ്ഷൻ ഡി ബ്രേക്കിംഗ് പോയിന്റ്. ഏതാണ് ആൻസർ വരുന്നത്? ദ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ, ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് അല്ലേ. അൾട്ടിമേറ്റ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. നോക്കി വെക്കുക. അൾട്ടിമേറ്റ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. 6 എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇൻ ദ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ദ മാക്സിമം സ്ട്രെയിൻ ഇൻ ദ കോൺക്രീറ്റ് അറ്റ് ദ ഔട്ടർ മോസ്റ്റ് കംപ്രഷൻ ഫൈബർ ഈസ് ടേക്കൺ ആസ് ഓപ്ഷൻ എ 0.0025, ഓപ്ഷൻ ബി 0.002, ഓപ്ഷൻ സി 0.0035, ഓപ്ഷൻ ഡി 0.004. ഏതാണ് ആൻസർ വരുന്നത്? ഇൻ ദ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ദ മാക്സിമം സ്ട്രെയിൻ ഇൻ ദ കോൺക്രീറ്റ് അറ്റ് ദ ഔട്ടർ മോസ്റ്റ് കംപ്രഷൻ ഫൈബർ ഈസ് ടേക്കൺ ആസ് ഓപ്ഷൻ എ വരുന്നത് 0.0025 അല്ലേ, അതല്ല. ഓപ്ഷൻ ബി വരുന്നത് 0.002 വരുന്നുണ്ട്, അതുമല്ല. പിന്നെ ഓപ്ഷൻ സി വരുന്നത് 0.0035 അല്ലേ, അതാണല്ലേ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 6 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് ചോദിച്ചിട്ടുള്ളത്. അണ്ടർ കോൺസ്റ്റന്റ് ലോഡ് ദ ക്രീപ്പ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഈസ് ഓപ്ഷൻ എ ടൈം ഡിപ്പെൻഡൻറ്റ്, ഓപ്ഷൻ ബി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്, ഓപ്ഷൻ സി മോയ്സ്ചർ ഡിപ്പെൻഡൻറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. അല്ലേ, ഏതാണ് ആൻസർ വരുന്നത്? അണ്ടർ കോൺസ്റ്റന്റ് ലോഡ് ആണ് അല്ലേ. അണ്ടർ കോൺസ്റ്റന്റ് ലോഡ് ദ ക്രീപ്പ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഈസ് ടൈം ഡിപ്പെൻഡൻറ്റ് ആണല്ലേ വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ദ ആക്സെപ്റ്റബിൾ ലിമിറ്റ് ഫോർ ദ സേഫ്റ്റി ആൻഡ് സർവീസബിലിറ്റി റിക്വയർമെന്റ്സ് ബിഫോർ ഫെയിലിയർ, ഓപ്ഷൻ എ ബ്രേക്കിംഗ് പോയിന്റ്, ഓപ്ഷൻ ബി ഫെയിലിയർ പോയിന്റ്, ഓപ്ഷൻ സി ലിമിറ്റ് സ്റ്റേറ്റ്, ഓപ്ഷൻ ഡി ഡക്റ്റിലിറ്റി. ഏതാണ്
ആൻസർ വരിക ദ ആക്സെപ്റ്റബിൾ ലിമിറ്റ് അല്ലേ. ദ ആക്സെപ്റ്റബിൾ ലിമിറ്റ് ഫോർ സേഫ്റ്റി ആൻഡ് സർവീസബിലിറ്റി റിക്വയർമെന്റ്സ് ബിഫോർ ഫെയിലിയർ. ആൻസർ വരുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ആണ് അല്ലേ. ഓപ്ഷൻ സി ലിമിറ്റ് സ്റ്റേറ്റ് ആണ് ആൻസർ വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. അക്കോർഡിംഗ് ടു IS 456 RCCന്റെ IS കോഡാണ്. അക്കോർഡിംഗ് ടു IS 456/2000 the modulus of elasticity of concrete is option A directly proportional to the compressive strength, option B inversely proportional to the compressive strength, option C directly proportional to square root of compressive strength, option D inversely proportional to square root of compressive strength അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കംപ്രസീവ് സ്ട്രെങ്ത് അല്ലേ. പിന്നെ ഓപ്ഷൻ ബി പറഞ്ഞിട്ടുള്ളത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കംപ്രസീവ് സ്ട്രെങ്ത്. ഓപ്ഷൻ സി പറഞ്ഞിട്ടുള്ളത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത് അല്ലേ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 10 എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്നാണ്. ഓപ്ഷൻ എ പെർമിസിബിൾ സ്ട്രെയിൻ ഹാവ് ആൻ അപ്പർ ലിമിറ്റ് ഫോർ കോൺക്രീറ്റ് ആൻഡ് സ്ട്രെയിൻ വേരിയേഷൻ അക്രോസ് ദ ക്രോസ് സെക്ഷൻ ഈസ് ലീനിയർ. ഓപ്ഷൻ ബി സ്ട്രെസ് വേരിയേഷൻ across the section of concrete is linear and the maximum stress value is limited. Option C stress variation across the section of concrete is linear and the maximum strain value is limited. Option D none of the above അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 10 ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 10 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പെർമിസിബിൾ സ്ട്രെയിൻ ഹാവ് ആൻ അപ്പർ ലിമിറ്റ് ഫോർ കോൺക്രീറ്റ് ആൻഡ് സ്ട്രെയിൻ വേരിയേഷൻ അക്രോസ് ദ ക്രോസ് സെക്ഷൻ ഈസ് ലീനിയർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11 എന്താണ് ചോദിച്ചിട്ടുള്ളത്? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇഫ് ടോ സ്റ്റീൽ ഈസ് യൂസ്ഡ് ദ മാക്സിമം സ്ട്രെസ് ഇൻ കംപ്രഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഓപ്ഷൻ എ സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ഇറ്റ്സ് ലെവൽ, ഓപ്ഷൻ ബി സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ഇറ്റ്സ് ലെവൽ ആൻഡ് മോഡുലസ് റേഷ്യോ, ഓപ്ഷൻ സി മോഡുലസ് റേഷ്യോ ആൻഡ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ഇറ്റ്സ് ലെവൽ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. എന്താണ്? ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീംസ് ഹാവ് ഓപ്ഷൻ എ മോർ ഡക്റ്റിലിറ്റി, മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് എന്നാണല്ലേ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വന്നിട്ടുള്ളത് മോർ ഡക്റ്റിലിറ്റി എന്നുള്ളൊരു പോയിന്റ് ആണ്. സെക്കൻഡ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് സ്ട്രെസ് റിവേഴ്സൽ. ഓപ്ഷൻ തേർഡ് പോയിന്റ് വന്നിട്ടുള്ളത് ഷോക്ക് റെസിസ്റ്റൻസ്. ഫോർത്ത് പോയിന്റ് വന്നിട്ടുള്ളത് ലെസ് ഡെപ്ത് ദാൻ ബ്രെഡ്ത്ത് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് വന്നിട്ടുള്ളത്? അപ്പം നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ദ കറക്റ്റ് വൺസ് ആർ ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി 1 and 3, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് അല്ലേ. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീം സെക്ഷൻ ഹാവ് മോർ ഡക്റ്റൈൽ ആണ് അല്ലേ. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് സ്ട്രെസ് റിവേഴ്സൽ ആണ്. അതുപോലെ തന്നെ ഷോക്ക് റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ലെസ് ഡെപ്ത് ദാൻ ബ്രെഡ്ത്ത് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദ എബോവ് എല്ലാ പോയിന്റ്സും തന്നെ കറക്റ്റ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. 30th ക്വസ്റ്റ്യൻ ഏതാണ് വരുന്നത്? ഡിഫ്ലക്ഷൻ ഓഫ് ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീംസ് ആർ കമ്പയർ ടു സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ഓഫ് സെയിം ഡെപ്ത്. ഓപ്ഷൻ എ മോർ, ഓപ്ഷൻ ബി ലെസ്, ഓപ്ഷൻ സി ഈക്വൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലേ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഡിഫ്ലക്ഷൻ ഓഫ് ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീം അല്ലേ. ഡിഫ്ലക്ഷൻ ഓഫ് ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീംസ് ആർ കമ്പയർ ടു സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ആണല്ലേ. കമ്പയർ ടു സിംഗ്ലി റെയിൻഫോഴ്സ്മെന്റ് ബീമുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീമിനുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ കുറവായിരിക്കും അല്ലേ. അപ്പം ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ലെസ് ആണ് ആൻസർ വരിക. അപ്പം അത് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ആ പോർഷൻ ഒന്ന് വായിച്ച് ക്ലിയർ ആക്കി നോക്കുക.
പിന്നെ നമ്മൾ RCC സബ്ജക്റ്റ് എടുത്ത് വരുന്നേ ഉള്ളൂ. ഈ ഒരു ഏരിയയിലേക്കൊന്നും നമ്മൾ കടന്നിട്ടില്ല. നമ്മൾ എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതായിരിക്കും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ദ സ്ട്രെസ് ഇൻ കംപ്രഷൻ സ്റ്റീൽ ഈസ് ബേസ്ഡ് ഓൺ ഓപ്ഷൻ എ മോഡുലാർ റേഷ്യോ ഇൻറ്റു സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ഇറ്റ്സ് ലെവൽ, ഓപ്ഷൻ ബി ബേസ്ഡ് ഓൺ സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ഇറ്റ്സ് ലെവൽ, ഓപ്ഷൻ സി എയ്തർ ഓഫ് ദ എബോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ. അല്ലെ, ഏതാണ് ആൻസർ വരുന്നത്? ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ദ സ്ട്രെസ് ഇൻ കംപ്രഷൻ സ്റ്റീൽ ഈസ് ബേസ്ഡ് ഓൺ, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ, ബേസ്ഡ് ഓൺ സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ഇറ്റ്സ് ലെവൽ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. 50th ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? എ ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ഈസ് കൺസിഡേർഡ് ലെസ് എക്കണോമിക്കൽ ബിക്കോസ് ഓപ്ഷൻ എ ടെൻസൈൽ സ്റ്റീൽ റിക്വയർസ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ബാലൻസ്ഡ് സെക്ഷൻ, ഓപ്ഷൻ ബി കംപ്രസീവ് സ്റ്റീൽ ഈസ് അണ്ടർ സ്ട്രെസ്ഡ്, ഓപ്ഷൻ സി ഷിയർ റെയിൻഫോഴ്സ്മെന്റ് ഈസ് മോർ, ഓപ്ഷൻ ഡി കോൺക്രീറ്റ് ഈസ് നോട്ട് സ്ട്രെസ്ഡ് ടു ഇറ്റ്സ് ഫുൾ വാല്യൂ. അല്ലെ, ഏതാണ്? എ ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ഈസ് കൺസിഡേർഡ് ലെസ് എക്കണോമിക്കൽ ബിക്കോസ്, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ, കംപ്രസീവ് സ്റ്റീൽ ഈസ് അണ്ടർ സ്ട്രെസ്ഡ് ആണ് ആൻസർ വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 കഴിഞ്ഞു. നമ്മൾ 16th 16ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എ ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ഈസ് റെക്കമെൻഡഡ് വെൻ, ഓപ്ഷൻ എ ദ ഡെപ്ത് ഓഫ് ബീം ഈസ് റെസ്ട്രിക്റ്റഡ്, ഓപ്ഷൻ ബി ദ ബ്രെഡ്ത്ത് ഓഫ് ദ ബീം ഈസ് റെസ്ട്രിക്റ്റഡ്, ഓപ്ഷൻ സി ബോത്ത് ഡെപ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഈസ് റെസ്ട്രിക്റ്റഡ്, ഓപ്ഷൻ ഡി ഷിയർ ഈസ് വെരി ഹൈ. അല്ലേ, ഏത് സ്ഥലത്താണ് നമ്മൾ ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീം കൊടുക്കുക? ഏത് സ്ഥലത്തായിരിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ, ഡെപ്ത് ഓഫ് ദ ബീം ഈസ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലാണ് അല്ലേ നമ്മൾ ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീം കൊടുക്കുന്നുണ്ടാവുക. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ഈ സെക്ഷൻ ഒക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ഈസ് റെക്കമെൻഡഡ് വെൻ ദ ഡെപ്ത് ഓഫ് ദ ബീം ഈസ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീം റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ടി ബീം ബിഹേവ്സ് ആസ് എ റെക്ടാങ്കുലർ ബീം ഓഫ് വിഡ്ത്ത് ഈക്വൽ ടു ഇറ്റ്സ് ഫ്ലാഞ്ച് ഇഫ് ഇറ്റ്സ് ന്യൂട്രൽ ആക്സിസ്, ഓപ്ഷൻ എ കോയിൻസൈഡ്സ് വിത്ത് സെൻട്രോഡ് ഓഫ് റെയിൻഫോഴ്സ്മെന്റ്, ഓപ്ഷൻ ബി കോയിൻസൈഡ് വിത്ത് സെൻട്രോഡ് ഓഫ് ടി സെക്ഷൻ, ഓപ്ഷൻ സി റിമൈൻസ് വിത്ത് ദ ഫ്ലാഞ്ച്, ഓപ്ഷൻ ഡി റിമൈൻസ് ഇൻ ദ വെബ്. അല്ലേ, ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 17 എ ടി ബീം ബിഹേവ്സ് ആസ് എ റെക്ടാങ്കുലർ ബീം ഓഫ് ദ വിഡ്ത്ത് ഈക്വൽസ് ടു ഇറ്റ്സ് ഫ്ലാഞ്ച് അല്ലേ, ഇഫ് ഇറ്റ്സ് ന്യൂട്രൽ ആക്സിസ് വരുന്നത് ആൻസർ വരുന്നത് റിമൈൻസ് വിത്ത് ദ ഫ്ലാഞ്ച് ആണ് അല്ലേ. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, റിമൈൻസ് വിത്ത് ദ ഫ്ലാഞ്ച് ആണ് ആൻസർ വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. Distribution of shear stress over rectangular RC section of beam follows. Option A circular curve, option B straight line, option C parabolic curve till neutral axis, option D an elliptical curve. അല്ലേ, ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഷിയർ സ്ട്രെസ് ഓവർ റെക്ടാങ്കുലർ RCC സെക്ഷൻ ഓഫ് ബീം ഫോളോസ്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ ആൻസർ വരുന്നത്. പാരാബോളിക് കർവ് സ്റ്റിൽ ന്യൂട്രൽ ആക്സിസ് ആണല്ലേ വരുന്നത്. അപ്പം അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു പിക്ചർ ഓർത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. നമ്മൾ ഇതേ രീതിയിൽ ആ ഒരു റെക്ടാങ്കുലർ ബീം സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഷിയർ സ്ട്രെസ് വരുന്ന സമയത്ത് ഇതേ രീതിയിലാണ് അല്ലേ വരിക, ഇതേ രീതിയിലാണ് വരിക. ഇവിടെയാണ് ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ് എങ്കിൽ ന്യൂട്രൽ ആക്സിസ് വരെ അല്ലേ, ന്യൂട്രൽ ആക്സിസ് വരെ വരുന്നത് പരാബോളിക് ആണ് അല്ലേ, പരാബോളിക് ആണ് വരുന്നത്. പിന്നെ നമ്മൾ ബാലൻസ് അല്ലേ ആ ഒരു ഡെപ്ത് വരെ, പിന്നെ ബാക്കിയുള്ള ആ ഒരു സെക്ഷൻ വരുന്നത് റെക്ടാങ്കുലറുമാണ്. അത് മനസ്സിലാക്കി വെക്കുക. പിക്ചർ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ്. ഹൗ ഷിയർ സ്ട്രെങ്ത് ക്യാൻ ബി എൻഷുർഡ് ഇൻ എ ബീം? ഓപ്ഷൻ എ ബൈ പ്രൊവൈഡിങ് ബൈൻഡിങ് വയേഴ്സ് ഓൺ റിമൈനിങ് ബാർ, ഓപ്ഷൻ ബി ബൈ പ്രൊവൈഡിങ് HYSD bars instead of mild steel bar, option C by providing round aggregates, option D by providing stirrups. അല്ലേ, ആൻസർ വരുന്നത് എന്താണ്? ഹൗ ഷിയർ സ്ട്രെങ്ത് ക്യാൻ ബി എൻഷുർഡ് ഇൻ ബീം ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബൈ പ്രൊവൈഡിങ് സ്റ്റിറപ്സ് ആണ് അല്ലേ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ് വരുന്നത്.
Shear strength of concrete with stirrups in a reinforced beam is a function of which of the following എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് 4 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഏതാണ് കറക്റ്റ് വരുന്നത് അല്ലെ. ഫസ്റ്റ് ഓരോ പോയിന്റ് ആയിട്ട് ഞാൻ വായിക്കാം. ഫസ്റ്റ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, സെക്കൻഡ് പോയിന്റ് പെർസെൻറ്റേജ് ഓഫ് ഷിയർ റെയിൻഫോഴ്സ്മെന്റ്, തേർഡ് പോയിന്റ് പെർസെൻറ്റേജ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ റെയിൻഫോഴ്സ്മെന്റ് ഇൻ ടെൻഷൻ ഇൻ ദ സെക്ഷൻ, ഫോർത്ത് പോയിന്റ് പെർസെൻറ്റേജ് ടോട്ടൽ ലോഞ്ചിറ്റ്യൂഡിനൽ റെയിൻഫോഴ്സ്മെന്റ് ദ സെക്ഷൻ അല്ലെ, റെയിൻഫോഴ്സ്മെന്റ് ഇൻ ദ സെക്ഷൻ. അപ്പം ഏതാണ് കറക്റ്റ് വരുന്നത്, കറക്റ്റ് ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് ഏതാണ്? ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ്, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് വിത്ത് സ്റ്റിറപ്സ് ഇൻ റെയിൻഫോഴ്സ്മെന്റ് ബീം അല്ലെങ്കിൽ റെയിൻഫോഴ്സ്ഡ് ബീം ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ്, അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് ഷിയർ റെയിൻഫോഴ്സ്മെന്റ്, അതുപോലെ തന്നെ തേർഡ് പോയിന്റ് പെർസെൻറ്റേജ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ റെയിൻഫോഴ്സ്മെന്റ് ഇൻ ടെൻഷൻ ഇൻ ദ സെക്ഷൻ, ഫോർത്ത് പോയിന്റ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ലോഞ്ചിറ്റ്യൂഡിനൽ റെയിൻഫോഴ്സ്മെന്റ് ഇൻ ദ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് ഫംഗ്ഷൻ വരുന്നത് ഫസ്റ്റ്, അതുപോലെ തന്നെ സെക്കൻഡ്, തേർഡ് പോയിന്റ്സ് അല്ലെ. അപ്പം ഇവിടെ ഓപ്ഷൻസ് ഞാൻ വായിച്ചില്ല അല്ലെ. ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് 1, 2, 3 ആണ്. ഓപ്ഷൻ ബി ഓൺലി 2 and 3, ഓപ്ഷൻ സി ഓൺലി 1 and 3, ഓപ്ഷൻ ഡി 1, 2, 4 അല്ലെ. ഇവിടെ കറക്റ്റ് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. The maximum horizontal distance between the reinforcement in RCC slab in tension as per IS 456 is option A 3 times the effective depth or 300 mm whichever is less എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ബി 3 times the effective depth, ഓപ്ഷൻ സി 300 mm, ഓപ്ഷൻ ഡി 150 mm. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആണ് അല്ലെ. ദ റെയിൻഫോഴ്സ്മെന്റ് ഇൻ RCC സ്ലാബ് ഇൻ ടെൻഷൻ ആസ് പെർ IS 456 ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. 3 times the effective depth or 300 mm whichever is less എന്നാണ്. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ്. ഏതാണ്? ദ ഡയമീറ്റർ ഓഫ് ബാർസ് യൂസ്ഡ് ഫോർ മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ഇൻ സ്ലാബ് മേ വേരി ഫ്രം ഓപ്ഷൻ എ 4 to 8 mm, ഓപ്ഷൻ ബി 2 to 4 mm, ഓപ്ഷൻ സി 8 to 14 mm, ഓപ്ഷൻ ഡി 14 to 18 mm അല്ലേ. അപ്പം ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 22 ഏതാണ് ആൻസർ വരുന്നത്? The diameter of the bars ആണല്ലേ used for main reinforcement in slab may be vary from, ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ 48 mm അല്ലേ. 48 mm ആണ് വരുന്നത്. എത്രയാണ് വരുന്നത്? 48 mm അല്ല അല്ലേ. പിന്നെ ഓപ്ഷൻ ബി വരുന്നത് 2 to 4 mm ആണ്, അതുമല്ല. ഓപ്ഷൻ ഡി വരുന്നത് 14 to 18 mm, അതുമല്ല. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. 8 to 14 mm ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ഡയമീറ്റർ ഓഫ് ദ ബാർസ് യൂസ്ഡ് ഫോർ മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ഇൻ സ്ലാബ് മേ ബി വാരി ഫ്രം 8 to 14 mm ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23 ആണ്. The minimum thickness of RCC slab is option A 4 cm, option B 7 cm, option C 5 cm, option D 10 cm. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? മിനിമം തിക്നെസ് ഓഫ് RCC സ്ലാബ് ആണല്ലോ ചോദിച്ചിട്ടുള്ളത്. മിനിമം തിക്നെസ് ഓഫ് RCC സ്ലാബ് വരുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. 10 cm ഓർ 100 mm എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ പറ്റും. നോട്ട് ചെയ്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ്. വാട്ട് ഈസ് ദ മാക്സിമം സ്പേസിംഗ് പോസിബിൾ ഫോർ മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ഇൻ സ്ലാബ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 200 mm, ഓപ്ഷൻ ബി 300 mm, ഓപ്ഷൻ സി 400 mm, ഓപ്ഷൻ ഡി 450 mm. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 24 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. 300 mm ആണ് വരുന്നത്. വാട്ട് ഈസ് ദ മാക്സിമം സ്പേസിംഗ് പോസിബിൾ ഫോർ ദ മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ഇൻ സ്ലാബ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി 300 mm ആണ് ആൻസർ വരുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. RCC ഈ ഒരു ക്വസ്റ്റ്യനായാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പിക്ക് ചെയ്തിട്ട് ഞാൻ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് ബേസ്
ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു ടൈമിലും ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഏരിയ വൈസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പം അറിയാത്തവരാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് പഠിക്കുക, കറക്റ്റ് റിവിഷൻ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റും നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉള്ളതായിരിക്കും. പക്ഷെ നിങ്ങൾ കറക്റ്റ് ആ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. ഒരു പ്രാവശ്യം പഠിച്ച് നിങ്ങളത് കറക്റ്റ് പഠിച്ചതാണെങ്കിൽ കൂടെ ഇത്ര ഒരു ടൈം ഗ്യാപ്പിനിടയിൽ നിങ്ങളത് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്ര നന്നായിട്ട് പഠിച്ചതാണെങ്കിലും അതൊന്ന് ചെറുതായിട്ട് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഏത് കാര്യത്തിലും നമ്മൾ അങ്ങനെയാണ്. അപ്പം കറക്റ്റ് റിവൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പഠിക്കുക, അതിൻ്റെ കൂടെ തന്നെ ആ സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റില്ലേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.